ഇനി പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ ആശാവഹമായിട്ടുള്ള പുരോഗതിയുണ്ട് എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള കാര്യം. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇറാനുമായി അടുത്ത ഘട്ട ചർച്ച ആരംഭിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കാൻ ഇറാന് മുന്നിൽ വമ്പൻ ഓഫറുകൾ മുന്നോട്ട് വയ്ക്കുകയാണ് അമേരിക്ക. ഇതിനിടെ US ലെബനൻ ഉദ്യോഗസ്ഥ തല ചർച്ചകൾ നടക്കുന്നുണ്ട്. വി വിനോദ് കൂടുതൽ വിവരണം നൽകും. വിനോദ്, വിഷുപ്പുലരിയിൽ ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേൾക്കുന്നത്. അതോ ഈ നേരത്തെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ പോലെ ചില പടക്കങ്ങൾ ചീറ്റുമല്ലോ, അതുപോലെയാണോ? അതോ ഇത് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണോ ഇത്തവണത്തെ ട്രംപിൻ്റെ ഈ ഓഫറും അല്ലെങ്കിൽ ചർച്ചകളുമൊക്കെ? എന്തോ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന വിവരങ്ങൾ തന്നെയാണ് വരുന്നത്. കാരണം ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ഇറാനുമായി ചർച്ച നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. അതായത് ഈ വെടിനിർത്തൽ സാധ്യതകൾ അല്ലെങ്കിൽ കൂടുതൽ ആക്രമണങ്ങൾ, ഗൾഫ് മേഖലകളിൽ കൂടുതൽ ആക്രമണങ്ങൾ ഒഴിവാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. സ്വാഭാവികമായും അതൊരു ആശാവഹമായ കാര്യമാണ്, പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യമാണ്. ഇതിൽ തന്നെ റഷ്യയുടെയും ഇന്ത്യയുടെയും ഒക്കെ തന്നെ വലിയ ഇടപെടലുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ട്രംപുമായി സംസാരിച്ചു എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. ഏതാണ്ട് 45 മിനിറ്റോളമാണ് ഇരു നേതാക്കളും സംസാരിച്ചത്. യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പ്രധാനമായും ഈ ചർച്ചയുടെ ഭാഗമായി വന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇറാൻ്റെ പക്കലുള്ള യുറേനിയം അത് തങ്ങൾ ശേഖരിക്കാമെന്ന ഒരു വാഗ്ദാനം റഷ്യയും നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇറാൻ ഈ യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിച്ചാൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ആശങ്ക ഇറാൻ ആണവരാജ്യമായി മാറുമോ എന്നതാണ്. മാത്രമല്ല, അത് ഇസ്രായേലിന് ഉണ്ടാക്കുന്ന ഭീതി ചെറുതല്ല. ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് അമേരിക്കയുടെ ചുമലിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാൻ സമ്പുഷ്ടീകരണത്തിൽ നിന്ന് ഇറാൻ മാറിയാൽ അവരുടെ ഉപരോധം അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്ന തരത്തിലേക്ക്, അതായത് 11 ലക്ഷം കോടിയുടെ സമ്പത്ത് അല്ലെങ്കിൽ ആ തരത്തിലുള്ള അവർക്ക് ഇപ്പോൾ ഫ്രീസായിരിക്കുന്ന അവരുടെ സമ്പത്ത് അവരുടെ കൈകളിലേക്ക് എത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ, മാത്രമല്ല എണ്ണ വ്യാപാരത്തിൽ ഇപ്പോൾ ഹോർമൂസിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതടക്കം ഒഴിവാക്കിക്കൊണ്ട് ഇറാൻ എണ്ണ പല രാജ്യങ്ങളും ഇറക്കുമതി ചെയ്യുന്നതിന് ഉപരോധമുണ്ട്. ഈ ഉപരോധങ്ങളെല്ലാം നീക്കിക്കൊണ്ട് ഇറാന് വലിയ സഹായമാകുന്ന അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക വ്യവസ്ഥ വലിയ തോതിൽ വളരുന്ന ഊർജ്ജോൽപാദന രംഗത്തൊക്കെ വലിയ സഹായം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഈ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത് ഊർജ്ജ ആവശ്യത്തിന് വേണ്ടിയെന്നൊരു നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ ഊർജ്ജ ആവശ്യങ്ങളൊക്കെ തന്നെ നിറവേറ്റുന്ന തരത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വലിയ സഹായമുണ്ടാകും. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഈ യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കുക, ഇത് തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നം. മാത്രമല്ല, ലെബനനിലേക്ക് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായിരുന്നു. ഇപ്പോൾ US ലെബനൻ അംബാസഡർ തല ചർച്ചകൾ നടക്കുന്നുണ്ട്. ലെബനനിലേക്കുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഇറാൻ്റെ ഒരു ആവശ്യമായിരുന്നു. അതിലും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നിലപാടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ഇസ്രായേൽ ഇതിനോട് പൂർണ്ണമായും യോജിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇവിടുത്തെ വെല്ലുവിളിയായി അവശേഷിക്കുന്നത്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ വലിയ ഭീഷണി നേരിടുന്നുണ്ട്. ആ ഒരു ഭീഷണി ഒഴിവാകുന്നതുവരെ യുദ്ധം തുടരണം എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ നിലനിൽക്കുന്നത്. ഏതായിരുന്നാലും അമേരിക്ക കുറച്ചൊന്ന് അയയുന്നുണ്ട്. അല്ലെങ്കിൽ പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടന്നിരുന്നു. ഇസ്ലാമാബാദിൽ വീണ്ടും ചർച്ചകൾക്കുള്ള സാധ്യതകൾ തെളിയുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ചർച്ചയുണ്ടാകുമെന്ന് പറയുന്നു. ഇറാനും ഒരു പരിധിവരെ പല കണ്ടീഷനോടും യോജിക്കുന്ന തരത്തിലേക്ക്, പല ഉപാധികളോടും അവരും ഒത്തുതീർപ്പ് അല്ലെങ്കിൽ അനുരഞ്ജനം എന്ന നിലയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ യുദ്ധം അവസാനിക്കുന്ന ഒരു നിലയുണ്ടാവും. പക്ഷേ അപ്പോഴും ഇസ്രായേൽ ഇതിനോടൊന്നും തന്നെ യോജിക്കുന്നില്ല. അവർ ഇപ്പോഴും ആക്രമണം തുടരുകയാണ്. ലെബനനിൽ കഴിഞ്ഞ ദിവസവും ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിരുന്നുവല്ലോ. ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്താണെങ്കിലും പ്രതീക്ഷ നൽകുന്ന ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു. ആശാവഹമാണ് എന്നാണ് വിനോദ് വിവരങ്ങൾ കൈമാറിയത്.